തീർച്ചയായും എന്തായാലും വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ വർഗീയ മാലിന്യമായിട്ടുള്ള ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ പരാതി കൊടുത്തിട്ട് ഏകദേശം കേസെടുത്തിട്ട് 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. അതിന്റെ അറസ്റ്റ് വൈകി എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. കാരണം പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിനെതിരെ കൊടുത്ത പരാതിയിൽ വളരെ ഗൗരവമുള്ളൊരു പരാതിയാണ്. അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ തെളിവുകളും, കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ നിന്ന് ഈ പരാമർശങ്ങളൊന്നും നീക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്നും നീക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് ജയിലിലടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ 11 ദിവസം വേണ്ടി വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടിയും ഇന്നൊരു പക്ഷേ മതേതര കേരളം ഒരുമിച്ച് കൈയടിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ടി ജി മോഹൻദാസ് നടത്തിയ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷ പരാമർശം, ആ പരാമർശം ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏതാനും നിമിഷങ്ങൾക്കകം കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമായ അറിവ്. അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാൻ അടക്കമുള്ള ഗൌരവമായ കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു പരാതി കൊടുക്കുന്നത്. 2017 അർത്തിങ്കൽ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിദ്വേഷ പ്രസ്താവന, വർഗീയ വിദ്വേഷ പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അന്നും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയുണ്ടായി. ആ കേസ് നിലവിലുണ്ട്. അതേ സാഹചര്യം, അതിനേക്കാൾ ഗൌരവമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കാണിച്ചൊരു ജാഗ്രതയുണ്ട്. കാരണം നൂറുകണക്കിന് പോലീസുകാർ അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങി. പക്ഷേ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ വൈകിയാണ് പോലീസ് രംഗത്തിറങ്ങിയതെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിലുള്ള സന്തോഷമുണ്ട്. നിയമപരമായ പോരാട്ടം, അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് ഈ കേരളത്തിന്റെ മതേതര കേരളത്തിന്റെ ഒരു ബാധ്യതയായി മാറുന്ന ഒരു വ്യക്തിയാണ് ടി ജി മോഹൻദാസ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ അഭിപ്രായം പറയുന്ന നൂറുകണക്കിന് പേർ സംഘപരിവാറിന്റെ ആശയങ്ങൾ പേറുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുക, എന്തും വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു ശക്തമായ സന്ദേശം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിയമപരമായി ഈ പരാതിയുമായി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. തീർച്ചയായും പോലീസ് അതിനകത്ത് വൈകിയാണെങ്കിലും ഒരു ഇടപെടൽ നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വളരെ ശക്തമായ വകുപ്പുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുള്ള എഫ്ഐആറിനകത്ത് ഇട്ടിട്ടുള്ളത്. തീർച്ചയായും ജാമ്യം കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം ജയിലറക്കുള്ളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം പോവും. മതേതര കേരളം കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണത്. അല്ല, അങ്ങനെ ഒരു ബാലൻസിംഗ് എന്നല്ല, 11 ദിവസമായി കേസെടുത്തതിന് ശേഷം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ സെല്ലിന്റെ IG പി പ്രകാശിനെയാണ് അന്വേഷണ ചുമതലയിലേക്ക് തീരുമാനിച്ചത്. അദ്ദേഹവുമായി ഞങ്ങളെല്ലാം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ആ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെളിവുകൾ, അതായത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമെല്ലാം അദ്ദേഹം പ്രചരിപ്പിച്ച ഇതുണ്ട്, അതിന്റെ തെളിവുകളെല്ലാം പോലീസിന് ശേഖരിക്കുന്നതിന് വേണ്ടി ചെറിയ താമസമുണ്ട്. അതുപോലെ അതിന്റെ CD തയ്യാറാക്കുന്നതിന് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ താമസമുണ്ട്. അപ്പോൾ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ചെറിയൊരു താമസം വേണമെന്ന് പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം പ്രഥമ ദൃഷ്ട്യാ അദ്ദേഹത്തിനെതിരായ എല്ലാ തെളിവുകളുമുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ വളരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. മതേതര കേരളത്തിന് കുറച്ചുകൂടി ഒരു വലിയ സന്ദേശം നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു.